നമസ്കാരം. ഞാൻ ശശീന്ദ്രൻ പിള്ളയാണ്. വീട് ആറ്റിങ്ങലാണ്. എത്ര വലിയ ധനികനും ശനി ബാധിച്ചാൽ കാശില്ലാതെ നൽകിയിരിക്കും. കടം വാങ്ങിക്കേണ്ടി വരും. സകല സുഖവും സ്വസ്ഥതയും ഇല്ലാതാകും. ഒരിനം ഭയം പിടികൂടും. ക്ഷേത്ര വഴിപാടുകളാലൊന്നും ശനി എളുപ്പം ഒഴിയില്ല. എന്നിട്ടാണ് കാശ് ചെലവില്ലാതെ എൻ്റെ ഒഴിയാ ശനി ഒഴിഞ്ഞ് സകല ഐശ്വര്യങ്ങളും ഉണ്ടായത്. സുഖമായി ജീവിക്കുകയായിരുന്നു. മകനും മകളും പഠിക്കുന്നു. ഞാൻ KSRTC പെയിൻ്ററാണ്. എല്ലാ ചെലവും കഴിഞ്ഞ് കാശ് മിച്ചം വരും. എന്താവശ്യം വന്നാലും കടം വാങ്ങേണ്ടി വരാറില്ല. എനിക്ക് ശനി ദശ തുടങ്ങി. ഒപ്പം 7.5 ശനിയും ഉണ്ട്. മാനം കെടുവെന്ന് ജ്യോത്സ്യൻ പറഞ്ഞു. കാശ് തികയാതായി. ഓരോ മാസവും ചെലവിന് തികയാത്ത കാശെടുത്ത് ബാങ്കിലെ കാശെല്ലാം തീർന്നു. പിന്നെ കടം വാങ്ങിച്ചു. പലിശ കൊടുക്കാൻ ശമ്പളം തികയാതായി. ജീവിത ചെലവ് മുഴുവനും ബ്ലേഡ് കടം വാങ്ങിച്ചായി. ജ്യോത്സ്യൻ കുറെ ക്ഷേത്ര വഴിപാടുകൾ പറഞ്ഞു. ശബരിമലയ്ക്ക് പോകാനും പറഞ്ഞു. ഞാൻ മാസം തോറും ശബരിമലയ്ക്ക് 2 കൊല്ലം പോയപ്പോഴേക്കും നിൽക്കക്കള്ളിയില്ലാതായി. ഒന്നുകിൽ ആത്മഹത്യ ചെയ്യണം, അല്ലെങ്കിൽ നാട് വിടണം എന്ന അവസ്ഥ വന്നു. ഇതിനിടെ വസ്തു സംബന്ധമായ കേസും വന്നു. അപ്പോഴാണ് തിരുവനന്തപുരത്ത് ഗുരുവായൂരുടെ ദർശനം 7 നാൾ നടക്കുന്നത് അറിഞ്ഞത്. 1994 ഏപ്രിലാണത്. മന്ത്രി ശിവൻകുട്ടിയുടെ കെമിസ്ട്രി സാറായ അശോക് കുമാർ സാറാണ് ദർശന സംഘാടകൻ. സാറിൻ്റെ ഭാര്യ ISRO ഓഫീസറായ കോമളകുമാരിയെ കണ്ടു. മോന് 10ാം ക്ലാസ്സിലധികം പഠിക്കാൻ യോഗമില്ല. മാത്രമല്ല, മകൻ 10ാം ക്ലാസ് കഴിഞ്ഞാൽ നാട് വിടുമെന്നുള്ള യോഗമുണ്ട്. ഞാൻ ഇതെല്ലാം കോമു ചേച്ചിയോട് പറഞ്ഞു. ഇതൊക്കെ എന്നോട് എഴുതി ഞങ്ങൾ 4 പേരുടെ ജാതകവുമായി പിറ്റേന്ന് വരാൻ കോമു ചേച്ചി പറഞ്ഞു. ഗുരുവാബ 4 ജാതകവും ഗ്രഹനിലകൾ മാത്രം ഒന്ന് നോക്കി. എന്നിട്ട് എഴുതി, ശനിയുടെ വാഹനം കാക്കയാണ്. കാക്കയെ പോലെ രഹസ്യമായി ഇണചേരുന്നവരെ ശനി ദ്രോഹിക്കില്ല. അതായത് ഗൃഹസ്ഥ ബ്രഹ്മചാരിയായാൽ ശനി ദ്രോഹിക്കില്ല. ചില ദിനങ്ങളിൽ ബ്രഹ്മചര്യവും ചില ദിനങ്ങളിൽ ദാമ്പത്യ വേഴ്ചയുമാണ് ഗൃഹസ്ഥ ബ്രഹ്മചര്യം. ഇത് സനാതന ധർമ്മത്തിന്റെ നെല്ലുപടിയാണ്. മരണം വരെ നീ അമാവാസ്യോപാസകനുമായാൽ കടം എളുപ്പം തീരും. സകല ഐശ്വര്യത്തിനും കഴിയും. പിന്നീട് ഒരിക്കലും കാശിന് കുറവുണ്ടായില്ല. മകന്റെ ജാതകദോഷം ഇനി ബാധിക്കില്ല. മകന് സർക്കാർ ജോലി കിട്ടും. പിന്നീട് പഠിച്ച് PG എടുക്കും. എന്നിട്ട് വേറെ ഉയർന്ന ജോലി കിട്ടും. നീ ടൗണിൽ ഭൂമി വാങ്ങിച്ച് പുതിയ വീട് പണിയും. നിന്റെ ഭാര്യയ്ക്ക് സർക്കാർ ജോലിയും ലഭിക്കും. ബാക്കിയൊക്കെ ഞാൻ വിശ്വസിച്ചു. ഭാര്യയ്ക്ക് സർക്കാർ ജോലി കിട്ടില്ലെന്ന് ഉറപ്പായതിനാൽ വിശ്വസിച്ചില്ല. 18 കൊല്ലം മുമ്പ് B.Ed ജയിച്ചത് മുതൽ അനേകം PSC ടെസ്റ്റുകൾ എഴുതി. 2 കൊല്ലമായി PSC എഴുതാറില്ല. പഠിച്ചതൊക്കെ മറന്നു. പ്രായപരിധി തീരാൻ ഇനി കുറച്ച് ദിവസമാണുള്ളത്. എന്നാൽ ഗുരുവാബ അനുഗ്രഹിച്ചതൊക്കെ നടന്നു. ഭാര്യയ്ക്ക് PSC പ്രായപരിധി തീരുന്നതെന്ന് അപേക്ഷിക്കാവുന്ന ഒഴിവിന് PSC അപേക്ഷ ക്ഷണിച്ചു. അങ്ങനെ 42 വയസ്സിൽ ഭാര്യ ശ്രീകുമാരി സർക്കാർ ഹൈസ്കൂൾ ടീച്ചറായി. 10ൽ ജയിച്ചപ്പോൾ മകനും ഞാനും കൂടി ഗുരുവായൂരിൽ ചെന്നു. നേവിയിലേക്കും എയർഫോഴ്സിലേക്കും അപേക്ഷകൾ ഗുരുവാബ അനുഗ്രഹിച്ചു തന്നു. 2ഇടത്തും സെലക്ഷൻ കിട്ടി. നേവിയിൽ ചേർന്ന മകൻ BBA MBA ജയിച്ചു. 32 വയസ്സിൽ മകൻ റിട്ടയർഡായി. മകൻ ഇപ്പോൾ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് മാനേജരാണ്. ആറ്റിങ്ങൽ ടൗണിൽ ഞാൻ ഭൂമി വാങ്ങിച്ചു. ഗുരുവാബയുടെ ഡിസൈനിൽ 3 ബെഡ്റൂം വീട് നിർമ്മിച്ചു. എനിക്ക് ഇന്നും പിടികെട്ടാത്ത ഒരു വലിയ രഹസ്യമുണ്ട്. ഗുരുവാബയെ ദർശിച്ച് വീട്ടിലെത്തിയത് മുതൽ ശനി ഒഴിഞ്ഞെന്ന് മാത്രമല്ല, ശുക്രൻ ഉദിച്ചതുപോലെ മഹാലക്ഷ്മിയും എനിക്കൊപ്പം വീട്ടിലെത്തി. എനിക്ക് വേറെ വരുമാനമില്ല. എണ്ണിച്ചുട്ട അപ്പം പോലെ ശമ്പളം മാത്രമാണ് വരുമാനം. ബ്ലേഡുകാരുടെ സകല കടങ്ങളും ഈ ശമ്പളം വെച്ച് വീട്ടാൻ കഴിഞ്ഞു. 1994 ഏപ്രിലിൽ 7 നാളിലായി 1,00,000-ഓളം ഭക്തർ തിരുവനന്തപുരത്ത് ദർശിച്ചിരുന്നു. ഗുരുബാബ എല്ലാവരോടും ഗൃഹസ്ഥ ബ്രഹ്മചര്യവും അമാവാസ്യോപാസനയും അരയാൽ പ്രദക്ഷിണവും ഒക്കെയാണ് ഉപദേശിച്ചത്. ക്ഷേത്ര വഴിപാടുകളല്ലാതെ അനുഷ്ഠാനങ്ങൾ ആരും ഇഷ്ടപ്പെടുന്നില്ല. തിരുവനന്തപുരത്തെ ഡെപ്യൂട്ടി സെക്രട്ടറി ഈശ്വരിയമ്മച്ചി അടക്കം ഞങ്ങൾ ഏതാനും ഭക്തരൊഴികെ ഒറ്റയാളും ഗുരുവാബ ഭക്തരാകാൻ തയ്യാറായില്ല. എന്നാൽ ഗുരുവാബ ഭക്തരാകാൻ കഴിഞ്ഞവർക്കെല്ലാം സകല ഐശ്വര്യങ്ങളും ഉണ്ടായി. ഗുരുവാബയെ കൃത്യമായി ആരാധിച്ചാൽ പിന്നീട് ഒരിക്കലും കാശില്ലാതെ മാനം കെടില്ല. ഇത് എൻ്റെ മാത്രം അനുഭവമല്ല. ഗുരുബാബയെ ശരിയായി ആരാധിച്ച എല്ലാ ഭക്തരുടെയും അനുഭവമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് മമ്മിയൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന മെയിൻ റോഡരികിലാണ് പ്രത്യക്ഷ ദൈവവും കലിയുഗാവതാരവുമായ ഗുരുബാബയുടെ സന്നിധാനവും അന്ത്യശരണം ദക്ഷിണേശ്വര ക്ഷേത്രവും. നിനക്ക് നിന്നാൽ നീയാകാൻ അനുഗ്രഹത്തിനുതകുന്ന യു ആർ യുവർ ഗോഡ് യൂട്യൂബ് ചാനലിലെ ഈ എപ്പിസോഡ് ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം.